നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരികയാണ്. കേരളത്തിൽ അടുത്ത മണിക്കൂറുകളിൽ അതിശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. മിന്നൽ പ്രളയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മന്ത്രി അടക്കമുള്ളവർ പറയുന്നു. വിഷ്ണുനാഥ് മന്ത്രിയാണ് സംഭവസ്ഥലം സന്ദർശിച്ച് മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞത്. ഇന്നൊരു രാത്രി കൂടി ജനങ്ങൾ സർക്കാരുമായി സഹകരിക്കണം. കഴിയുന്നതത്രയും ഈ ജലം പൊങ്ങും അല്ലെങ്കിൽ ജലം തങ്ങളുടെ വീട്ടിലേക്ക് വരുമെന്ന് ഉറപ്പുള്ളവർ കഴിയുന്നതും വീട്ടിൽ തന്നെ തങ്ങാതിരിക്കുക, അറിയുന്നിടത്തേക്കൊക്കെ മാറുക, ക്യാമ്പിലേക്ക് വരിക. സന്നദ്ധ സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവയൊക്കെ തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ജനങ്ങളോട് മാറി താമസിക്കാൻ അവർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം എന്ന് മന്ത്രി പറയുകയാണ്. വരുന്ന മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. ഇന്നൊരു രാത്രി കടന്നു കിട്ടിയാൽ വരുന്ന ദിവസങ്ങളിൽ മഴ ശമിക്കും എന്നുള്ള വിശ്വാസമാണ് ഉള്ളത്. അത് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രവും അറിയിക്കുന്ന റിപ്പോർട്ട്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുകയാണ്. 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള, അതായത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. നേരത്തെ മഴ മുന്നറിയിപ്പില്ലാതിരുന്ന തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ വൈകുന്നേരത്തിന് ശേഷം ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷെ പലയിടങ്ങളിലും മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും കയറിയ വെള്ളം ഇറങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. മാത്രവുമല്ല, പലയിടങ്ങളും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുവരെയും വെള്ളം കയറാത്ത പലയിടങ്ങളിലും ഇപ്പോൾ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പൊതുജനങ്ങൾ എത്രയും വേഗം ഇവിടങ്ങളിൽ നിന്ന് മാറി താമസിക്കണം, മാറി നിൽക്കണം എന്നുള്ള ജാഗ്രത നിർദ്ദേശം വരുന്നുണ്ട്. ഈ ഒരു രാത്രി കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് എന്നും പറയുന്നുണ്ട്. മന്ത്രി വിഷ്ണുനാഥിന്റെ വാർത്താ സമ്മേളനം കേൾക്കാം. നമ്മുടെ ജില്ലാ ഭരണകൂടം റാന്നിയിലെ MLA ഉണ്ട്, ആറന്മുള MLA ഉണ്ട്, കോന്നിയിലെ MLA ഉണ്ട്, തിരുവല്ല MLA ഉണ്ട്, അടൂർ MLA ഉണ്ട്. ഇവരെല്ലാവരും, അതുപോലെ തഹസീൽദാർമാർ, റവന്യൂ സംവിധാനങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ എല്ലാവരും ഒരു ടീമായി ഈ ദിവസങ്ങളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്യാമ്പുകളിൽ ഈ നിമിഷം വരെ പത്തനംതിട്ട ജില്ലയിൽ 3568 പേർ വിവിധ ക്യാമ്പുകളിലായി ഇപ്പോൾ ഉണ്ട്. 1076 കുടുംബങ്ങളാണത്. 95 ടോട്ടൽ ക്യാമ്പുകളാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. അപ്പോൾ 95 ക്യാമ്പുകളിലായിട്ടാണ് 3568 പേർ ഇപ്പോൾ ഉള്ളത്. ഇനിയും തീരത്ത് താമസിക്കുന്നവരോ താഴ്ന്ന പ്രദേശങ്ങളിൽ നദീ നിരപ്പ് വീണ്ടും ഉയർന്നാൽ വെള്ളം എത്താൻ സാധ്യതയുള്ളതായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങളെ മാറ്റി പാർപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ ജനങ്ങൾ സ്വയവും തയ്യാറാകണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇന്നൊരു രാത്രി കൂടി ഗവൺമെൻറ്റുമായും ജില്ലാ ഭരണകൂടവുമായും സഹകരിക്കണം എന്ന് വിനീതമായിട്ട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. അതാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാവിലെ മുതൽ നമ്മുടെ പഴവളം മധു MLA പറഞ്ഞിരുന്നു, മറ്റ് MLAമാർ. ഞാനിന്ന് തന്നെ ഒരു ഉന്നതതല യോഗം ആറന്മുളയുമായി ബന്ധപ്പെട്ട് രാവിലെ കോഴഞ്ചേരിയിൽ വിളിച്ചു ചേർത്തു. അതിനുശേഷം തിരുവല്ല താലൂക്കിൽ ഒരു ഉന്നതതല യോഗം ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും കളക്ടറുടെയും അവിടുത്തെ MLA ശ്രീ വർഗീസ് മാമൻ്റെയും സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്തു. അതിനുശേഷം മല്ലപ്പള്ളിയിൽ ഒരു ഉന്നതതല യോഗം റാന്നിയിലെയും തിരുവല്ലയിലെയും വില്ലേജുകളുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തു. അതിനുശേഷം കോന്നിയിൽ ഒരു ഉന്നതതല യോഗം അവിടുത്തെ MLA ശ്രീ ജനീഷ് കുമാർ, ജനപ്രതിനിധികൾ, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കോന്നിയിലും ചേർന്നതിന് ശേഷമാണ് വീണ്ടും റാന്നിയിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഏകോപനങ്ങളും ഉദ്യോഗസ്ഥ തലത്തിലുള്ള കൂടിയാലോചനകളും എല്ലാം നമ്മൾ നടത്തുന്നുണ്ട്. സംവിധാനങ്ങളെ അലർട്ടാക്കി നിർത്താൻ പരിശ്രമിക്കുന്നുണ്ട്. ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഒരിക്കൽ കൂടി സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. ക്യാമ്പുകളിൽ സഹായം നൽകാൻ ഒരുപാട് സന്നദ്ധ സംഘടനകൾ തയ്യാറായി വരുന്നുണ്ട്. വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. സർക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ താല്പര്യമുള്ള സന്നദ്ധ സംഘടനകൾ ഇപ്പോൾ വരുന്നുണ്ട്. അവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞങ്ങൾ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട്, ജില്ലാ ഭരണകൂടത്തിന് വേണ്ടിയിട്ട്
ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പത്തനംതിട്ടയിലും കണ്ണൂരിലും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴയും വിവിധ മേഖലകളിലെ പ്രളയ സാഹചര്യവും കണക്കിലെടുത്ത് പത്തനംതിട്ട ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കണ്ണൂരിലും അവധി പ്രഖ്യാപിച്ചു. നാളെ അതായത് തിങ്കളാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 10 ജില്ലകളിൽ യെല്ലോ അലേർട്ട് നിലവിലുണ്ടാകും. ഓഗസ്റ്റ് 5, 6 തീയതികളിൽ സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമായേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. അപ്രതീക്ഷിതമായി പെയ്തിറങ്ങിയ അതിതീവ്ര മഴയിൽ സംസ്ഥാനത്ത് 8 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. 8 പേരെ കാണാതാവുകയും 13 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കനത്ത മഴയിൽ 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. അപകട സാധ്യത മുന്നറിയിപ്പിന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം 4:30 കവചം സംവിധാനത്തിലൂടെ സൈറണുകൾ മുഴങ്ങിയിരുന്നു. നിലവിൽ സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്ന 209 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 5792 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് പത്തനംതിട്ടയിലാണ്. 66 ക്യാമ്പുകൾ, 1669 പേർ. കോട്ടയം ജില്ലയിൽ 35 ക്യാമ്പുകളാണ് ഉള്ളത്. 824 പേരാണ് അവിടെ ഉള്ളത്. അതേസമയം വൻ നാശനഷ്ടം വിതച്ച കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ രാത്രി മുതൽ മഴ മാറി നിൽക്കുന്നത് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. എന്നാൽ പത്തനംതിട്ടയിലെ റാന്നിയിലും ആറന്മുളയിലും വീടുകൾ കയറിയ വെള്ളം പൂർണ്ണമായി ഇറങ്ങിയിട്ടില്ല. പാലയിൽ വെള്ളം ഇറങ്ങിയെങ്കിലും മീനച്ചിലാറ്റിലെ വെള്ളം താഴ്ന്ന പടിഞ്ഞാറൻ മേഖലയിലേക്ക്, അതായത് ആർപ്പുക്കര, തിരുവാർപ്പ്, ഐമനം എത്തിയതോടുകൂടി അവിടെ വെള്ളക്കെട്ട് രൂക്ഷമായി. പമ്പാ നദി കരകവിഞ്ഞൊഴുകുന്നതിനാൽ ആറന്മുളയിലെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. കുട്ടനാട് അടക്കമുള്ള ആലപ്പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ മഴയോടൊപ്പം കിഴക്കൻ വെള്ളത്തിന്റെ വരവും ആശങ്ക ഉയർത്തുന്നുണ്ട്. വലിയ തോതിൽ കടലാക്രമണമുള്ള അമ്പലപ്പുഴ, തൃക്കുന്നപ്പുഴ മേഖലകളിൽ പമ്പയാറിന്റെ തീരത്തുള്ളവർക്ക് ജാഗ്രത നിർദ്ദേശം നൽകുകയും ഹൗസ് ബോട്ട് ഉൾപ്പെടെയുള്ള സർവീസുകൾ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേ ഉൾപ്പെടെയുള്ളവരുടെ ഷട്ടറുകൾ ഉയർത്തി ജലനിരപ്പ് ക്രമീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സജീവമാണെന്നും ഏതാവശ്യത്തിനും സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെടാമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വീട്, ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്കും അടിയന്തര സാമ്പത്തിക സഹായം ഉറപ്പാക്കുമെന്നും മന്ത്രി AP അനിൽകുമാർ, ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രി K മുരളീധരനും അറിയിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ജില്ലാ കളക്ടർമാർക്ക് മുൻകൂട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിലെ പോരായ്മകൾ ഉടനടി പരിഹരിക്കുമെന്നും ഭരണകൂടം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ രാത്രി വളരെ നിർണായകമാണ്. എല്ലാവരും ജാഗ്രതയോടുകൂടി നിലനിൽക്കുക.